ഈ പുതിയ ഉം, ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ മുന്നിലുള്ള ഈ ചരിത്രരേഖകളും ലേഖനങ്ങളുമൊക്കെ വെച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. അതെ, ശരിക്കും പറഞ്ഞാല് വളരെ ആവേശകരമായൊരു വിഷയം. തീർച്ചയായും. നിങ്ങൾ ചരിത്രം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായാലും, അതല്ല ഇന്നത്തെ ഈ ജനാധിപത്യവും വോട്ടവകാശവുമൊക്കെ ലോകത്തെങ്ങനെ ഉണ്ടായി എന്ന് വെറുതെ ചിന്തിക്കുന്ന ഒരാളായാലും, ഇന്നത്തെ ഈ ചർച്ച നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഉം, നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതായത് 1688-89 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആ ഗ്ലോറിയസ് റവല്യൂഷൻ, അഥവാ മഹത്തായ വിപ്ലവം എന്ന സംഭവം എന്തായിരുന്നുവെന്നും അത് എങ്ങനെയാണ് അവിടത്തെ ഭരണഘടനയെ മാറ്റിമറിച്ചത് എന്നും മനസ്സിലാക്കുക. ഭരണഘടനയെ എന്നേക്കുമായി മാറ്റിയൊരു സംഭവമാണത്. അതെ അതെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്വന്തം സൈന്യവും വിശ്വസ്തരും എന്തിന് സ്വന്തം മക്കൾ പോലും ഉപേക്ഷിച്ച ഒരു രാജാവിന്റെ കഥയാണിത്. ശരിയാണ്. ഒപ്പം സമുദ്രം കടന്നെത്തിയ അതിഭീമമായ ഒരു നാവികപ്പടയുടെ കടന്നുകയറ്റത്തിന്റെയും. ശരി, നമുക്കിതൊന്ന് വിശദമായി തന്നെ അഴിച്ചെടുക്കാം. ഈ ഒരു സംഭവത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് നമ്മൾ അവിടുത്തെ അന്നത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ 1685 പോകുന്നത്. ആ വർഷം അപ്പോഴാണ് ജെയിംസ് രണ്ടാമൻ ഇംഗ്ലണ്ടിന്റെ സിംഹാസനത്തിലിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് കാത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. കത്തോലിക്കർക്കും പ്രൊട്ടസ്റ്റന്റുകാർക്കും ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അന്ന് അത്രത്തോളം രൂക്ഷമായിരുന്നു. പോരാത്തതിന് രാജാവും ഇംഗ്ലണ്ടിലെ പാർലമെന്റും തമ്മിൽ എപ്പോഴും ഉരസലുകളായിരുന്നു. ഈ ഒരു തീപ്പൊരിക്ക് മുകളിലേക്കാണ് ജെയിംസ് രണ്ടാമൻ വന്നിറങ്ങുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ രാജാവിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇംഗ്ലണ്ടിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളാണ്. പക്ഷെ അവരുടെ രാജാവായി വന്നിരിക്കുന്ന ജെയിംസ് രണ്ടാമനോ? അദ്ദേഹം ഒരു കത്തോലിക്കനാണ്. അതെ, ഒരു കത്തോലിക്കനും. അദ്ദേഹം അധികാരത്തിൽ വന്നയുടനെ എന്തു ചെയ്തു? കത്തോലിക്കർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകി. പിന്നെ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന പദവികളിലൊക്കെ അവരെ നിയമിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ സാധാരണക്കാർക്കിടയിൽ ഒരു വലിയ പേടിയുണ്ടായി. അതിനൊരു കാരണവുമുണ്ട്. ആ സമയത്ത് ഫ്രാൻസ് ഭരിക്കുന്നത് ലൂയിസ് 14 അദ്ദേഹം ഒരു കത്തോലിക്ക രാജാവാണ്. മാത്രമല്ല, അവിടുത്തെ പ്രൊട്ടസ്റ്റന്റുകാരെ വലിയ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. വളരെ ക്രൂരമായി തന്നെ. ഈ ഫ്രഞ്ച് രാജാവുമായി നമ്മുടെ ജെയിംസ് രണ്ടാമന് വളരെ അടുത്ത ബന്ധമാണുണ്ടായിരുന്നത്. ഇത് സ്വാഭാവികമായും ഇംഗ്ലീഷ് ജനതയെ ഭയപ്പെടുത്തി. ആ ഭയം വെറുതെയല്ല എന്ന് രാജാവ് തന്നെ പിന്നീട് തെളിയിച്ചു, അല്ലേ? 1687 അദ്ദേഹം ഡിക്ലറേഷൻ ഓഫ് ഇന്റലിജൻസ് എന്നൊരു പ്രഖ്യാപനമിറക്കി. അതായത് കത്തോലിക്കർക്കെതിരെ നിലനിന്നിരുന്ന പഴയ ശിക്ഷാനിയമങ്ങളൊക്കെ രാജാവ് ഒറ്റയടിക്ക് റദ്ദാക്കി. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. കൂടെ ചില പ്രൊട്ടസ്റ്റന്റ് വിമതർക്കും അദ്ദേഹം അംഗീകാരം നൽകി. കേൾക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നാം. എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടുകയാണല്ലോ എന്ന്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ലല്ലോ. അല്ല, നിയമങ്ങൾ മാറ്റാനുള്ള അധികാരം അവിടത്തെ പാർലമെന്റിനാണ്. രാജാവ് അതൊന്നും വകവെക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമങ്ങൾ മാറ്റിയെഴുതുകയായിരുന്നു. ഇത് പഴയ പാർലമെന്റ് അംഗങ്ങളെ ശരിക്കും ചൊടിപ്പിച്ചു. അപ്പോൾ രാജാവ് എന്തു ചെയ്തു? ആ പാർലമെന്റിനെ അങ്ങ് പിരിച്ചുവിട്ടു. എന്നിട്ട് താൻ പറയുന്നതിനൊക്കെ തലകുലുക്കുന്ന പുതിയൊരു പാർലമെന്റ് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇതൊരു കമ്പനിയുടെ സിഇഒ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് പോലും ചോദിക്കാതെ കമ്പനിയുടെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെയാണിത്. ആർക്കായാലും ദേഷ്യം വരും. തീർച്ചയായും. പക്ഷെ ഇതിലൊക്കെ വലിയൊരു തമാശയുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഈ പ്രൊട്ടസ്റ്റന്റുകാരായ ജനങ്ങൾ ഇതൊക്കെ സഹിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു. ആ ഒരു വെയിറ്റിംഗ് ഗെയിം. അതെ, അവരുടെ ഒരു വെയിറ്റിംഗ് ഗെയിം. അതായത് ജെയിംസ് രാജാവിന് പ്രായമായി വരികയാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത കിരീടാവകാശിയായി വരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മകൾ മേരിയാണ്. ഈ മേരി ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായിരുന്നു എന്നതാണ് അവരുടെ ആശ്വാസം. അതുകൊണ്ട് കുറച്ചുനാളുകൂടി ഒന്ന് ക്ഷമിച്ചാ മതി. ഈ രാജാവൊന്ന് പോയി കിട്ടിയാൽ മേരി വരുമല്ലോ, പിന്നെ എല്ലാം ശരിയാവുമെന്നായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ 1688 ആ പ്രതീക്ഷകളെല്ലാം തകിടമറിഞ്ഞു, അല്ലേ? അതെ, ആ കാത്തിരിപ്പാണ് അവിടെ അവസാനിച്ചത്. കാരണം 1688 ജെയിംസ് രാജാവിനൊരു മകൻ ജനിച്ചു. ജെയിംസ് ഫ്രാൻസിസ് എഡ്വേർഡ് സ്റ്റുവർട്ട്. ഇത് വലിയൊരു ട്വിസ്റ്റായിരുന്നു. ഈ കുട്ടി ജനിച്ചതോടെ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ ചിത്രം മൊത്തത്തിൽ മാറി. കാരണം രാജാവിനൊരു മകൻ ജനിച്ചാൽ അവകാശിയായി പിന്നീട് മകൾക്ക് വരാൻ കഴിയില്ല. ആ നിയമം അങ്ങനെയാണല്ലോ. അതെ, ഈ ആൺകുട്ടിയെ ഒരു കത്തോലിക്കനായി വളർത്തുമെന്ന പ്രഖ്യാപനം കൂടി വന്നതോടെ ഇംഗ്ലണ്ടിൽ ഇനി വരാൻ പോകുന്നത് ഒരു കത്തോലിക്ക രാജവംശമായിരിക്കും എന്ന ഭയം യാഥാർത്ഥ്യമായി. അതായത്
ഒരു രാജാവ് മരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. അല്ല, ഇതൊരു പരമ്പരയായി തുടരും എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് കത്തോലിക്ക പിന്തുടർച്ചയെ ശക്തമായി എതിർത്തിരുന്ന വിക്സുകളെ ശരിക്കും രോഷാകുലരാക്കി. അവർക്കിനി കാത്തിരിക്കാൻ സമയമില്ലായിരുന്നു. ഇനിയാണ് ഈ ചരിത്രത്തിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ ഭാഗം വരുന്നത്. സ്വന്തം രാജാവിനെ താഴെയിറക്കാൻ ഇംഗ്ലണ്ടിലെ പ്രമുഖർ തന്നെ ഒരു രഹസ്യ നീക്കം തുടങ്ങി. 1688-ൽ ഇംഗ്ലണ്ടിലെ 7 പ്രമുഖരായ വ്യക്തികൾ ചേർന്ന് ഒരു കത്തെഴുതുവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത്. ആർക്കാണ് കത്തെഴുതുന്നത്? അങ്ങ് ഹോളണ്ടിലുള്ള ഡച്ച് നേതാവായ വില്യം ഓഫ് ഓറഞ്ചിന്. ജെയിംസ് രാജാവിന്റെ മകളായ മേരിയുടെ ഭർത്താവ് കൂടിയാണ് ഈ വില്യം. ആ കത്തിലെ സന്ദേശം ഇതായിരുന്നു: നിങ്ങൾ ഇംഗ്ലണ്ട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രാജ്യത്തെ പ്രമുഖർ ചേർന്ന് രഹസ്യമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എതിരാളിയായ ഒരാളെ തങ്ങളുടെ രാജ്യം പിടിച്ചെടുക്കാൻ ക്ഷണിക്കുന്നതിന് തുല്യമാണിത്. ഈ ക്ഷണം വില്യമിന് കിട്ടിയ വലിയൊരു ലോട്ടറിയായിരുന്നു എന്ന് തന്നെ പറയണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം വില്യം ഫ്രാൻസിനെതിരെ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിന് ഇംഗ്ലണ്ടിന്റെ പണവും സൈന്യവും അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലണ്ട് പിടിച്ചെടുക്കാൻ അദ്ദേഹം മുൻപ് തന്നെ ഒരു സൈനിക നീക്കം മനസ്സിൽ കണ്ടിരുന്നു. അപ്പോഴാണ് ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു കത്ത് വരുന്നത്. ആഹാ, അത് വളരെ കൃത്യമായൊരു സമയത്തായിരുന്നല്ലോ. അതെ, ഈ കത്ത് വില്യം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. ഞാൻ ഇംഗ്ലണ്ട് ആക്രമിക്കാൻ പോവുകയല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങൾ എന്നെ വിളിച്ചതുകൊണ്ട് അവരെ രക്ഷിക്കാൻ പോവുകയാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ കത്ത് അദ്ദേഹത്തിന് വലിയൊരു പ്രചാരണായുധമായി മാറി. ഒരു പ്രൊപ്പഗാൻഡ. ജനങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുവരുന്ന ഒരു രക്ഷകന്റെ പരിവേഷം അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ 1688 നവംബറിൽ വില്യം ഓഫ് ഓറഞ്ച് ഡെവോണിലെ ടോർബെയിൽ വന്നിറങ്ങി. അതൊരു ചെറിയ വരവായിരുന്നില്ല കേട്ടോ. അതിഭീമനായൊരു നാവികപ്പടയുമായാണ് അദ്ദേഹം ഇംഗ്ലീഷ് ചാനൽ കടന്നുവന്നത്. 100 കണക്കിന് കപ്പലുകൾ, 1000കണക്കിന് സൈനികർ. വലിയൊരു സന്നാഹം തന്നെയായിരുന്നു അത്. ഇതറിഞ്ഞ ജെയിംസ് രാജാവും ചുമ്മാതിരുന്നില്ല. വലിയൊരു സൈന്യവുമായി അദ്ദേഹം ലണ്ടനിൽ നിന്നും വില്യമിനെ നേരിടാൻ പുറപ്പെട്ടു. സാലിസ്ബറി എന്ന സ്ഥലത്ത് വെച്ച് ഒരു വലിയ യുദ്ധം നടക്കാൻ പോകുന്നുവെന്നാണ് എല്ലാവരും കരുതിയത്. ശരിയാണ്. ഇംഗ്ലണ്ടിന്റെ ചരിത്രം മാറ്റിയെഴുതാൻ പോകുന്ന ഒരു രക്തരൂക്ഷിതമായ യുദ്ധം. പക്ഷേ അവിടെ സംഭവിച്ചത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലുള്ളൊരു ട്വിസ്റ്റാണ്. അവിടെ ആരും വാളെടുത്തില്ല, തോക്കെടുത്തില്ല. പക്ഷെ രാജാവ് പരാജയപ്പെട്ടു. അതാണ് ഈ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോഴാണ് ജെയിംസ് രാജാവ് ആ സത്യം തിരിച്ചറിയുന്നത്. തനിക്കൊപ്പം നിൽക്കാൻ ആരുമില്ലാന്ന സത്യം. അതെ. അദ്ദേഹത്തിന്റെ സൈനികർ ഓരോരുത്തരായി വില്യമിന്റെ പക്ഷത്തേക്ക് കൂർമാറാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ ജനറൽമാർ പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചുപോയി. അതാണ് ഏറ്റവും വലിയ ചതി. ഏറ്റവും വലിയ ആഘാതം അതൊന്നുമായിരുന്നില്ല. രാജാവിന്റെ സ്വന്തം കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മറ്റൊരു മകളായ ആൻ പോലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് വില്യമിനൊപ്പം ചേർന്നു. അത് ശരിക്കും ആ രാജാവിനെ മാനസികമായി തകർത്തു കളഞ്ഞു. ശാരീരികമായും അദ്ദേഹം ആ സമയത്ത് വളരെ ക്ഷീണിതനായിരുന്നു. ഇടയ്ക്കിടെ മൂക്കിൽ നിന്ന് ചോര വരുന്ന അസുഖമൊക്കെ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. തനിക്ക് ചുറ്റും നിന്നവരെല്ലാം തന്നെ ചതിച്ചു എന്ന തിരിച്ചറിവില് ഒരു പോരാട്ടം പോലും നടത്താതെ നവംബർ 23-ന് അദ്ദേഹം തന്റെ ബാക്കിയുള്ള സൈന്യവുമായി ലണ്ടനിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു. മാനസികമായി അദ്ദേഹം അപ്പോഴേക്കും തോറ്റുകഴിഞ്ഞിരുന്നു. അതെ. ലണ്ടനിൽ തിരിച്ചെത്തിയ രാജാവിന് വല്ലാത്തൊരു ഭയമായിരുന്നു. തന്നെ ജനങ്ങൾ കൊന്നുകളയുമോ എന്ന ഭയം. ഒരു സ്വതന്ത്രമായ പാർലമെന്റ് വിളിച്ചു ചേർക്കാമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചെങ്കിലും അതൊക്കെ വെറും നാടകമായിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എത്രയും വേഗം രാജ്യം വിടുക എന്നത് മാത്രമായിരുന്നു. ജീവൻ രക്ഷിക്കുക എന്നത് മാത്രം. 1688 ഡിസംബറിൽ രഹസ്യമായി രക്ഷപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു. അദ്ദേഹം പിടിക്കപ്പെട്ടു. എന്നാൽ വില്യം അദ്ദേഹത്തെ ഒരു തടവുകാരനാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതെന്താ? അദ്ദേഹത്തെ പിടികൂടിയാൽ വില്യമിന് അതൊരു വിജയമല്ലേ? അല്ല, കാരണം രാജാവിനെ ജയിലിൽ അടച്ചാൽ ജനങ്ങൾക്ക് രാജാവിനോടൊരുപക്ഷെ സഹതാപം തോന്നും. അതുകൊണ്ട് വില്യം മനഃപൂർവ്വം രാജാവിനെ രക്ഷപ്പെടാൻ അനുവദിച്ചു. ഓ, അതൊരു ബുദ്ധിപരമായ നീക്കമായിരുന്നു. അങ്ങനെ ഡിസംബറിൽ തന്നെ ജെയിംസ് ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുന്നതിൽ വിജയിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ലൂയിസ് 14-മനാണ് അഭയം നൽകിയത്. പിന്നീട് 1701-ൽ ആ പ്രവാസ ജീവിതത്തിനിടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ ഒരു പലായനത്തോടെയാണ് വില്യം ഓഫ് ഓറഞ്ച് ഇംഗ്ലണ്ടിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ സ്രോതസ്സുകളും ലേഖനങ്ങളും പരിശോധിക്കുമ്പോൾ
ഈ വിപ്ലവത്തെ വിളിക്കുന്ന പേരുകളിൽ വലിയൊരു വൈരുദ്ധ്യം കാണാൻ കഴിയും. ശരിയാണ്, പല പേരുകളാണ് ഉപയോഗിക്കുന്നത്. പൊതുവെ ചരിത്രത്തിൽ ഇതിനെ രക്തരഹിത വിപ്ലവം അഥവാ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇംഗ്ലണ്ടിൽ വലിയ യുദ്ധങ്ങളോ രക്തച്ചൊരിച്ചിലോ ഉണ്ടായില്ല എന്നത് സത്യമാണ്. രാജാവ് പേടിച്ച് ഓടിപ്പോവുകയായിരുന്നല്ലോ. എന്നാൽ ഇതൊരു രക്തരഹിത വിപ്ലവമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും അത് നമ്മൾ തികച്ചും നിഷ്പക്ഷമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്രോതസ്സുകളെല്ലാം പറയുന്നത് അതാണ്. ഇംഗ്ലണ്ടിൽ ചോര വീണില്ലെങ്കിലും സ്കോട്ട്ലൻഡിലും അയർലൻഡിലും ഈ വിപ്ലവത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള യുദ്ധങ്ങളും ജീവഹാനിയും ഉണ്ടായിട്ടുണ്ട്. അവിടെ വലിയ പോരാട്ടങ്ങൾ നടന്നു അല്ലേ? അതെ, അവിടെ ജെയിംസിനെ അനുകൂലിക്കുന്നവരും വില്യമിനെ അനുകൂലിക്കുന്നവരും തമ്മിൽ വലിയ പോരാട്ടങ്ങൾ നടന്നു. അതുകൊണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ ഈ പേരിനെ ചൊല്ലി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ബിഗ് ചരിത്രകാരന്മാർ ഈ സംഭവത്തെ വലിയൊരു നേട്ടമായി കാണുന്നതുകൊണ്ട് അവർ ഇതിനെ രക്തരഹിത വിപ്ലവം എന്ന് വിളിക്കാൻ താൽപ്പര്യപ്പെടുന്നു. അതെ. എന്നാൽ മറുഭാഗത്ത് കത്തോലിക്ക ചരിത്രകാരന്മാർ ഇതിനെ വെറുതെ 1688 വിപ്ലവം എന്ന് മാത്രമാണ് വിളിക്കുന്നത്. അവർക്കൊരിക്കലും ഇതൊരു മഹത്തായ സംഭവമല്ലല്ലോ. നമ്മൾ ഈ രണ്ടു പക്ഷവും കേൾക്കണം. ഇതിൽ ഒരു പക്ഷം പിടിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ഈ രേഖകൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. ഇനി ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ അഥവാ മഹത്തായ വിപ്ലവം എന്ന പേര് എങ്ങനെ വന്നുവെന്നറിയാമോ? 1689 ജോൺ ഹാംപ്ടൺ എന്ന വ്യക്തിയാണ് ആദ്യമായി പേരുപയോഗിക്കുന്നത്. പിന്നീടത് ചരിത്രത്തിൽ സ്ഥിരമാവുകയായിരുന്നു. ഇതിൽ ആര് ശരി ആര് തെറ്റ് എന്നതിനേക്കാൾ ഈ പേരിന് പിന്നിലെ ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നാം മനസ്സിലാക്കിയിരിക്കണം. കൃത്യമായി പറഞ്ഞു. ഇനി നമുക്ക് ഈ ചരിത്രത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് വരാം. രാജാവ് നാടുവിട്ടു, പുതിയ ആളുകൾ അധികാരമേറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇനി എന്ത് സംഭവിക്കും? 1689 ജനുവരിയിൽ ഒരു കൺവെൻഷൻ പാർലമെന്റ് വിളിച്ചു ചേർത്തു. അതെ. വില്യമിന് ഈ രാജ്യത്തിന്റെ രാജാവാകണമെന്നായിരുന്നു ആഗ്രഹം. അദ്ദേഹത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായി വില്യമിനെയും മേരിയെയും സംയുക്ത ഭരണാധികാരികളാക്കാൻ പാർലമെന്റ് തീരുമാനിച്ചു. അവർ രണ്ടുപേരും തുല്യ അധികാരങ്ങളോടെ രാജ്യം ഭരിക്കും. അതൊരു പുതിയ രീതിയായിരുന്നല്ലോ. അതെ. എന്നാൽ മുൻപ് കണ്ടതുപോലെ വെറുതെ ഒരു കിരീടം എടുത്തുകൊടുക്കാൻ പാർലമെന്റ് ഇത്തവണ തയ്യാറായിരുന്നില്ല. അവിടെ അവർ വളരെ കർശനമായ ഒരു നിബന്ധന വെച്ചു. ആ നിബന്ധനയാണ് നിങ്ങളും ഞാനും ഇന്ന് കാണുന്ന ഈ ആധുനിക ജനാധിപത്യത്തിന്റെ തന്നെ അടിസ്ഥാനം. വില്യമിനും മേരിക്കും അധികാരം വേണമെങ്കിൽ പാർലമെന്റ് മുന്നോട്ടുവയ്ക്കുന്ന ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് അവർ ഒപ്പുവെക്കണം എന്നതായിരുന്നു ആ നിബന്ധന. അവർക്കത് അംഗീകരിക്കേണ്ടി വന്നു. രാജാവാകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ അത് അംഗീകരിച്ചു. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ബിൽ ഓഫ് റൈറ്റ്സ് ആയി മാറിയത്. ഈ രേഖയാണ് ബ്രിട്ടീഷ് ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതിയത്. അന്നവർ ഒപ്പുവെച്ച ഈ നിയമങ്ങളാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള പല ഭരണഘടനകൾക്കും പ്രചോദനമായത് എന്ന് നമ്മൾ ഓർക്കണം. ഈ ബിൽ ഓഫ് റൈറ്റ്സിലെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ വിശദമായി നോക്കേണ്ടതുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർലമെന്റിന്റെ അനുമതിയില്ലാതെ രാജാവിന് നിയമങ്ങൾ ഉണ്ടാക്കാനോ റദ്ദാക്കാനോ കഴിയില്ല എന്നതാണ്. അതായത് മുൻപത്തെ ആ പ്രശ്നം ആവർത്തിക്കാതിരിക്കാൻ. കൃത്യം. മുൻപ് ജെയിംസ് രണ്ടാമൻ ചെയ്തതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമങ്ങൾ മാറ്റാൻ ഇനി ഒരു രാജാവിന് കഴിയില്ല. മറ്റൊന്ന്, കൃത്യമായ ഇടവേളകളിൽ പാർലമെന്റ് വിളിച്ചു ചേർക്കണം, സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതാണ്. ഇതൊക്കെ ഇന്ന് നമുക്ക് വളരെ സാധാരണമായി തോന്നാം, പക്ഷെ അന്ന് അതൊരു വലിയ വിപ്ലവമായിരുന്നു. ഇതിലെന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു നിയമമുണ്ട്: പാർലമെന്റിലെ സംസാര സ്വാതന്ത്ര്യം. അതായത് പാർലമെന്റിൽ രാജാവിനെതിരെയോ സർക്കാരിനെതിരെയോ സംസാരിക്കുന്ന അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ രാജാവിന് അധികാരമില്ല. അത് വലിയൊരു മാറ്റമാണ്. അതെ. ഒരു രാജാവ് എത്ര ശക്തനാണെങ്കിലും ജനപ്രതിനിധികൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. സമാധാനകാലത്ത് പാർലമെന്റിന്റെ അനുമതിയില്ലാതെ രാജാവ് സ്വന്തമായി ഒരു വലിയ സൈന്യത്തെ നിലനിർത്താൻ പാടില്ല എന്ന നിയമവും അവർ കൊണ്ടുവന്നു. ഇതിനെല്ലാം പുറമെ കത്തോലിക്ക രാജാക്കന്മാർ വന്നാലുള്ള പ്രശ്നങ്ങൾ അവർ കണ്ടതുകൊണ്ട് ഇംഗ്ലണ്ടിലെ രാജാവ് ഒരിക്കലും ഒരു കത്തോലിക്കനാകാൻ പാടില്ല എന്ന കർശനമായ നിയമവും ഈ രേഖയിൽ ഉൾപ്പെടുത്തി. ചുരുക്കത്തിൽ രാജാവിന്റെ അധികാരങ്ങൾക്ക് ചുറ്റും അവർ വലിയൊരു വേലി കെട്ടിയെന്ന് പറയാം. ശരിക്കും ഈ ബിൽ ഓഫ് റൈറ്റ്സ് അംഗീകരിച്ചതോടെ ഇംഗ്ലണ്ടിലെ അധികാരഘടനയിൽ വലിയൊരു മാറ്റമാണുണ്ടായത്. അതായത് ഒരു കേവലാധികാരത്തിൽ നിന്നും ഭരണഘടനാപരമായ രാജവാഴ്ചയിലേക്ക് അവർ മാറി. അബ്സല്യൂട്ട് മൊണാർക്കിയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക്. അതെ. ഇതിനൊരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, മുൻപ് രാജാവെന്നത് കളിമധ്യത്തിൽ നിയമങ്ങൾ മാറ്റാൻ കഴിയുന്ന ഒരു റെഫറിയെ പോലെ ആയിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം കളിക്കാർ, അതായത്
പാർലമെന്റ് എഴുതിവെച്ച നിയമങ്ങൾക്കനുസരിച്ച് മാത്രം കളി നിയന്ത്രിക്കേണ്ട ഒരാളായി രാജാവ് മാറി. അത് വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഈ ഗ്ലോറിയസ് റെവല്യൂഷന് ശേഷം ഇംഗ്ലണ്ടിലെ ഒരു ഭരണാധികാരിക്കും ജനങ്ങളെ മറികടന്ന് പരിധിയില്ലാത്ത അധികാരങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ വിപ്ലവം രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് ജനപ്രതിനിധികളുടെ കാലഘട്ടത്തിലേക്കുള്ള വലിയൊരു പാലമായിരുന്നു. വളരെ കൃത്യമായൊരു നിരീക്ഷണം. നമ്മൾ ഈ വിശകലനം തുടങ്ങിയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വോട്ടവകാശവും നിങ്ങളുടെ ജനപ്രതിനിധികൾക്ക് പാർലമെന്റിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഈ 1688 വിപ്ലവത്തിൽ വേരുകളുള്ളതാണ്. അതെ. കേവലം ഒരു രാജാവിനെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവന്നതിനപ്പുറം അധികാരത്തിന്റെ യഥാർത്ഥ കേന്ദ്രം രാജാവിന്റെ കിരീടത്തിൽ നിന്നും ജനങ്ങളിലേക്ക്, അവരുടെ പ്രതിനിധികളായ പാർലമെന്റിലേക്ക് മാറുന്നതിന്റെ തുടക്കമായിരുന്നു അത്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇതൊരു വലിയ നാഴികക്കല്ലായി മാറുന്നത്. തീർച്ചയായും. ഇനി നമ്മുടെ ഈ ചർച്ച അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാനിവിടെ നൽകുകയാണ്. ഈ ചരിത്രത്തിൽ നിന്നും നാം കണ്ടത് അതിശക്തനായ ഒരു രാജാവിന് തന്റെ രാജ്യത്ത് ഒരു പോരാട്ടം പോലും നടത്താതെ ഒറ്റ രാത്രി കൊണ്ട് തന്റെ സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം സൈന്യവും കുടുംബവും കൂറുമാറിയപ്പോൾ അദ്ദേഹം വെറുമൊരു സാധാരണക്കാരനായി മാറി. ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ അധികാരം ഇവിടെയാണിരിക്കുന്നത്. അത് അവരിയ്ക്കുന്ന വലിയ സിംഹാസനത്തിലോ, തലയിലെ സ്വർണ്ണക്കിരീടത്തിലോ, അവരുടെ കയ്യിലെ ആയുധങ്ങളിലോ ആണോ? അതോ അവർക്ക് ചുറ്റുമുള്ള ആളുകളുടെ, ജനങ്ങളുടെ വിശ്വാസത്തിലും പിന്തുണയിലുമാണോ? നാളെ എല്ലാവരും ആ വിശ്വാസവും പിന്തുണയും അങ്ങ് പിൻവലിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിക്ക് പോലും എന്തെങ്കിലും അധികാരമുണ്ടാവുമോ? ഈ ചോദ്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഈ വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം.